എൻ്റെ കാഴ്ചപ്പാട് ഞാനൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണെങ്കിൽ അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്. ഞങ്ങൾ പരസ്പര ബഹുമാനം ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണം ഇന്ത്യയിലുണ്ടാകുന്നത് നെഹ്റുവിനെ സംബന്ധിച്ചിട്ടും അന്തസ്സിൻ്റെ ഭാഗമായിരുന്നു. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്ന മാതിരിയല്ല. ജനാധിപത്യത്തിലൂടെ കേരളത്തിൽ എൻ്റെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി എന്നുള്ള അഹന്ത കാത്തു സൂക്ഷിക്കുന്ന ആളായിരുന്നു നെഹ്റു. വിമോചന സമരകാലത്ത് പനമണ്ടി ഗോവിന്ദമേനോനും കെ കരുണാകരനും ഒക്കെയാണ് നേതാവെങ്കിലും അയ്യൻ നേതാവ് മാസ്റ്ററാണ് ബുദ്ധി. അതൊരു വികാരപരമായി ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി ചിന്തിക്കാനായിട്ടുള്ള ഒരിതായി. അങ്ങനെ അപ്പോൾ എല്ലാവരും സംഘടനാ കോൺഗ്രസ്സിലായി. ഇവിടുത്തെ നേതാക്കന്മാർ മുഴുവൻ, വലിയ നേതാക്കന്മാർ മുഴുവൻ അങ്ങനെ. അപ്പം എന്നെ പോലുള്ള ചെറുപ്പക്കാരാണ് ഇന്ദിരാഗാന്ധിക്ക് പിന്തുണയായിട്ട് ഉണ്ടായിരുന്നത്. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ അവരൊരു പൊളിറ്റിക്കൽ ഫോഴ്സായിരുന്നു. കരുണാകരൻ കോൺഗ്രസിൻ്റെ ഒരു ശക്തിയായിരുന്നു. കരുണാകരൻ പോയോടുകൂടി കോൺഗ്രസിൻ്റെ ശക്തിക്ക് ഓർമ്മ പോയിരുന്നു അഭിപ്രായക്കാരനെ ഞാൻ. പത്മജയായിട്ട് വളരെ അടുപ്പായിരുന്നു. അവർ വീട്ടിൽ ഒക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. മുരളിയാണ് ഇപ്പം എൻ്റെ ലീഡർ. പത്മജയുടെ കൂടിയല്ല ഞാൻ. അത് പ്രയാസം തോന്നി. സ്വാഭാവികമായി എന്നിൽ നിന്ന് വലിയൊരു അകലങ്ങളിലേക്ക് അവർ പോയ മാതിരി എല്ലാ പുരോഗമനമായ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് കർഷക തൊഴിലാളി നിയമം കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. അതുമാതിരി തൊഴിലാളി ക്ഷേമനിധികൾ പലതും കൊണ്ടുവന്നു കോൺഗ്രസ്സാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ സാധിച്ചിട്ടില്ല. അവരാണ് ഇതൊക്കെ സത്യത്തിൽ കൊണ്ടുവരേണ്ടത്. എന്നാലും സാധാരണ താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ ആഭിമുഖ്യമായിരുന്നു. കോൺഗ്രസ് ഒരു ശത്രുഭാമാനുഭാവത്തോടെ കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ ഞാൻ ജനിച്ചത് ഒരു പാവപ്പെട്ട വേണമെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് എന്ന് കരുതുന്ന ആളുകളായിരുന്നു ഈ കാലഘട്ടത്തിൽ. പിണറായി നല്ല മുഖ്യമന്ത്രിയാണ്. പക്ഷേ ഭരണത്തിൻ്റെ മികവ് സാധാരണ താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ പ്രവർത്തകർക്ക് തന്നെ പഴയത് വിട്ട് എതിർപ്പാണ് ഈ ഭരണത്തിനോട് ഉള്ളത്. എൻ്റെ പ്രേമവിവാഹം എന്നല്ല, എൻ്റെ പെങ്ങൾക്ക് വേണ്ടി കാണിച്ചു. ഞാനന്ന് കല്യാണത്തിൻ്റെ ആലോചന പോലുമില്ല. ഫുൾ ടൈം രാഷ്ട്രീയം, കഥകളും അതുകളല്ല. എനിക്ക് വർത്തമാനമായ കാലങ്ങളിലുള്ള സംഭവങ്ങളും ചരിത്ര കാര്യങ്ങളും അത് വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം. വീണ്ടും ഒരു ലോക്സഭ ഇലക്ഷൻ്റെ ചൂടിലാണ് നിൽക്കുന്നത്. പണ്ടത്തെ ഇലക്ഷൻ കാലമൊക്കെ ഓർമ്മയുണ്ടോ? ആദ്യത്തെ ലോക്സഭ ഇലക്ഷൻ നടന്ന ആ സമയത്തൊക്കെ മാഷ് എവിടെയായിരുന്നു? അതിൻ്റെയൊക്കെ ഓർമ്മകളുണ്ടോ? അതിപ്പോൾ പി ആൻ്റണി ഇവിടെ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാലത്ത് അപ്പോഴൊക്കെ ഞാൻ വളരെ സജീവമായിരുന്നു. പി ആൻ്റണിയായിട്ട് കുറേം കൂടെ അടുപ്പമുണ്ടായിരുന്നു. കാരണം പി ആൻ്റണി നമ്മുടെ തൃശ്ശൂരിൻ്റെ MLA ആയിരുന്നു ആദ്യം. അപ്പോൾ ഈ കൂർക്കഞ്ചേരി അന്ന് തൃശ്ശൂരിൻ്റെ ഭാഗമായിരുന്നു. അപ്പം ആ സമയത്ത് പി ആൻ്റണി ഇടയ്ക്ക് വീട്ടിൽ വരും. അങ്ങോരായിട്ട് അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അങ്ങൊരു ഘട്ടത്തിൽ നിർദ്ദേശിച്ച പ്രകാരമാണ് എൻ്റെ മകൾക്ക് ഇന്ദിരാഗാന്ധി എന്ന് പേരിട്ടുള്ള കാരണം തന്നെ. ആളിങ്ങനെ പറയാണ്, താൻ ഒരു കാര്യം ചെയ്യണം, എനിക്കൊരു വാക്ക് തരണം. നിങ്ങൾക്ക് പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ അവൾക്ക് ഇന്ദിരാഗാന്ധി എന്ന് പേരിടുന്നു. ആൺകുട്ടിയാണ് തൻ്റെ ഇഷ്ടം പോലെ പേരിട്ട് എന്ത് വേണമെങ്കിൽ കേട്ടോ. ആ പ്രോമിസ് പ്രകാരമാണ്. പക്ഷേ അവിടെ ജനിച്ചത് ഇന്ദിരാഗാന്ധി തോറ്റ ദിവസമായിരുന്നു. അത് കാരണം വീട്ടുകാർക്ക് അപ്പോൾ ആ പേര് വേണ്ട എന്നുള്ളൊരു അഭിപ്രായം വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇട്ടു. എന്തായാലും ഒരു വാക്കോർ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം മോളും കൂടെ ഒന്ന് കൂടിച്ചേർത്തു. പിന്നെ ഇന്ദിരാഗാന്ധി വലുതായപ്പോഴേ പേര് ഇഷ്ടപ്പെട്ടോ? അല്ല, അതങ്ങനെ അവൾക്കൊരു കുഴപ്പം പറഞ്ഞില്ല. വീട്ടിലാണ് അമ്മയ്ക്ക്, അവളുടെ അമ്മയ്ക്കാണ് പിന്നെയും
അങ്ങനെ വേണ്ട എന്ന് തോന്നലുണ്ടായിരുന്നു. അവൾക്ക് അങ്ങനെ ഒന്നുമില്ല. പക്ഷേ പിന്നീട് അതിനോടൊക്കെ പൊരുത്തപ്പെട്ടു. ഇന്നേ വരെ അങ്ങനെ ഒരു എതിർപ്പ് അങ്ങനെ ഉണ്ടായില്ല. അവളുടെ അമ്മാവൻ ഗാന്ധി മോൾ എന്നാണ് പറയുക, വിളിക്കുക ഗാന്ധി മോൾ. അപ്പം അതിനോടൊക്കെ പൊരുത്തപ്പെടാൻ അവർക്ക് പണ്ടേ തന്നെ സാധിച്ചിരുന്നു. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് വരാനും അതിനകത്തേക്ക് അട്രാക്ട് ചെയ്യപ്പെടാനും ഒക്കെ കാരണം എന്താ? ആ കാലത്ത് ഒരു അന്തരീക്ഷമായിരുന്നു. അത് അങ്ങനെയല്ല, കോൺഗ്രസ് കുടുംബത്തിൻ്റെ ഒരു അനുഭാവിയായിരുന്നു ഞങ്ങളുടെ കുടുംബം. പക്ഷെ ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ വരുന്നത് ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിയപ്പോഴാണ്. അപ്പോൾ അതൊരു വികാരപരമായി ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി ചിന്തിക്കാനായിട്ടുള്ള ഒരിതായി. അങ്ങനെ അപ്പോൾ എല്ലാവരും സംഘടനാ കോൺഗ്രസ്സിലായി. ഇവിടുത്തെ നേതാക്കന്മാർ മുഴുവൻ, വലിയ നേതാക്കന്മാർ മുഴുവൻ അങ്ങനെ. അപ്പം എന്നെ പോലുള്ള ചെറുപ്പക്കാരാണ് ഇന്ദിരാഗാന്ധിക്ക് പിന്തുണയായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ലീഡർഷിപ്പിൽ ഞാൻ വരാൻ തയ്യാറായി. അങ്ങനെയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. 1966 കാലമായിരുന്നു തോന്നുന്നു. 69 ഞാൻ വളരെ സജീവമായി രാഷ്ട്രീയക്കാരനായി. ഈ തൃശ്ശൂർ തന്നെയാണ് ഉണ്ടായിരുന്നത്? അല്ല, ഞാൻ ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പം തിരുവനന്തപുരം യാത്ര ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോകുമായിരുന്നു, വിവിധ ജില്ലകളിലൊക്കെ പോകുമായിരുന്നു. പക്ഷെ കോൺഗ്രസ് തന്നെ ആ പോഷക സംഘടനയെ അത്ര വലിയ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പാലക്കാടിന് വേണ്ടിയിട്ടാണ് അന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ സ്ഥാപിക്കുന്നത് പാലക്കാടിന് വേണ്ടിയാണ്. പാലക്കാടും ആലപ്പുഴയും കർഷക തൊഴിലാളികളുടെ ശക്തിയായ മേഖല എന്നുള്ളതാണ്. പി ബാലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് അതിൻ്റെ സംഘാടകനായിരുന്നു. അവരൊക്കെ വ്യക്തിപരമായ നല്ല ബന്ധമായിരുന്നു. പിന്നെ ആലപ്പുഴ ഒരു നേതാവുണ്ടായിരുന്നു, അയാൾ തന്നെ ആലമ്പുഴത്തെ MLA ആയി. പി ബാലൻ ഒറ്റപ്പാലത്ത് നിന്ന് അങ്ങോട്ട് MLA ആയിരുന്നുണ്ട്. ആ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ജില്ലാ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ നേതൃത്വത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടോ? ഇതിന്റെ ഭാഗം തന്നെ കർഷക തൊഴിലാളിയല്ല ഞാൻ ചോദിക്കണേ, കോൺഗ്രസിന്റെ തന്നെ കോൺഗ്രസിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. എന്നെ അതിൽ ഏറ്റവും ആകർഷിക്കുന്നത് നമ്മുടെ NI ദേവസ്വകുട്ടി, ഒരു XMLA ഉണ്ട്. അയാൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് എന്നെ വന്ന് ക്ഷണിച്ച് കൂട്ടി കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഇന്ദിരാഗാന്ധിയോട് ഭയങ്കര ഒരു ഇഷ്ടവും ആരാധനയൊക്കെ ഉള്ള കൂട്ടത്തിലാണല്ലോ. എന്താണ് ഇന്ദിരാഗാന്ധിയിൽ ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയിട്ടുള്ളത്? ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ അവരൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിരുന്നു. സ്വന്തമായ ഒരു തൻ്റെ എടുപ്പം അവർക്കുണ്ടായിരുന്നു. എന്ത് കാര്യങ്ങളിലും ധൈര്യപൂർവ്വം കാര്യങ്ങൾ കരുക്കൾ നീക്കാനായിട്ട് അസാമാന്യമായ കഴിവ് അവർക്കുണ്ടായി. അച്ഛൻ്റെ മാതിരിയുള്ള സൗമ്യതയല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റുമുട്ടലിന് സന്നദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമസ്ഥ അവർക്കുണ്ടായിരുന്നു. അതൊക്കെ ഒരു ആകർഷണീയമായ ഇതാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന ഒരു വനിതാ പ്രധാനമന്ത്രിയാണ്, കോൺഗ്രസിന്റെ ശക്തിയായ നേതാവാണ്, ഇന്റർനാഷണലി തന്നെ അറിയപ്പെട്ടിരുന്ന ആളാണ്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഇന്ദിരാഗാന്ധിനെ പറ്റി നമ്മൾ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് അതൊരു നെഗറ്റീവ് എലമെന്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അതിൽ ഈ പറഞ്ഞ അവരുടെ ഒരു അറഗൻസ് ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥനെ എങ്ങനെയാണ് കാണുന്നത്? അടിയന്തരാവസ്ഥയിൽ ഈ കേരളം അവർക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സമയമായിരുന്നു. അതായത് അതിൻ്റെ ആനുകൂല്യം ഉള്ള കാലത്താണ്, അടിയന്തരാവസ്ഥ അടക്കമുള്ള ആ കാലത്താണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം പുരോഗമനമായ പദ്ധതികളും മറ്റൊക്കെ ഉണ്ടായിട്ടുള്ളത്. അന്ന് C. അച്യുതമേനോനായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. ആ സമയത്താണ് പല പുരോഗമനപരമായ ആശയങ്ങളും പദ്ധതികളുമൊക്കെ ഉണ്ടായത്. ആ ഘട്ടത്തിലാണ് അത് ഇന്ദിരാഗാന്ധിയോട് പരിപൂർണമായ ഒരു കടപ്പാടുള്ള ഒരു സംസ്ഥാന ഭരണമാണ് ഇവിടെ കേരളത്തിലുണ്ടായത് എന്നുള്ളതിൻ്റെ മെച്ചം കൊണ്ടാണ് അത് സാധിച്ചെടുത്തത്. പക്ഷേ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും പുരോഗമനപരമായിട്ടുള്ള ഒരു ആശയമേ അല്ലല്ലോ. അല്ല, അതൊരു ഫാസിസ്റ്റ് രീതി കൂടിയാണ്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രവർത്തന സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതാക്കുക, പ്രസ്സിനെ ഇതാക്കുക,
എന്നൊക്കെ പറയുന്നത് ഒരു സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള നിലനിൽക്കുന്ന ഒരു ആശയമല്ലേ? അതിനെങ്ങനെ കേരളം അതിന് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അതിന് അനുകൂലമായി വിധി എഴുതിയെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അടിയന്തരാവസ്ഥ ഒരു രാഷ്ട്രീയ ആശയം എന്നുള്ള രീതിയിൽ ഭയങ്കര പ്രതിലോമകരമായിട്ടുള്ള ഒരു ആശയം. അതെ, പക്ഷെ കേരളത്തിൽ അത് ബാധിക്കാതിരുന്നത് ഈ നമ്മുടെ CH മേനോൻ്റെ ഭരണത്തിൻ്റെ മികവ് കൊണ്ടാണ്. അതൊക്കെ പക്ഷേ അടിയന്തരാവസ്ഥ എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യയിൽ മുഴുവൻ നടപ്പാക്കിയ അടിയന്തരാവസ്ഥ ഒരു നല്ല ഒരു ചങ്ങലക്കിടലാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരുന്നു ഭൂരിപക്ഷവും. അത് ആവശ്യമായിരുന്നു തോന്നിയിട്ടുണ്ടോ? ആ ഘട്ടത്തിൽ അത് ആവശ്യമായെന്ന് തോന്നാനുള്ള കാരണം ബീഹാറിലാണ് അതിൻ്റെ എതിർപ്പുകളുടെ തുടക്കമുണ്ടാകുന്നത്. നമ്മുടെ അന്നത്തെ സോഷ്യലിസ്റ്റ് നേതാവ് നമ്മുടെ പ്രഗത്ഭനാണ്, ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്ന ജയപ്രകാശ് നാരായണൻ തന്നെയാണ് അതിൻ്റെ തുടക്കം കുറിക്കുന്നത്. അത് ബീഹാറിൽ വളരെ ചലനം സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ട് ശക്തിയായിട്ടുള്ള മൂവ്മെൻ്റായിരുന്നു. ആ മൂവ്മെൻറ്റിന് എതിർക്കുന്ന ശക്തിയായ വിഭാഗം ഉണ്ടായിരുന്നു. ഡാങ്കയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി നിന്നത് ആ സന്ദർഭത്തിലാണ്. അപ്പോൾ പൊതുവെ ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരൊക്കെ അന്ന് ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായ നിലപാടാണ് ആ സമയത്ത് സ്വീകരിച്ചത്. പിന്നീട് എൻ്റെ ചെറിയ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ മരണമൊക്കെ എനിക്ക് ആ സമയത്ത് എങ്ങനെയായിരുന്നു? അതൊക്കെ ഓർമ്മ ഉണ്ടോ? ഇന്ദിരാഗാന്ധി മരിച്ചു എന്നുള്ളത് വലിയ വിഷയമായിരുന്നല്ലോ അന്ന്. ശരിക്കും ഞാനായിട്ട് തൃശ്ശൂർ അങ്ങാടിയിൽ നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഇന്ദിരാഗാന്ധി മരിച്ചു. ഒരു ഉച്ചനേരത്താണ് ആ വിവരം കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു ചേറൂരിലുള്ള ഒരു കോൺഗ്രസ് നേതാവ് അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അത് കേട്ടപ്പോൾ ഒരു വലിയൊരു ആഘാതമായി. ഞങ്ങളെല്ലാ പീടികകളിലും കയറി പറഞ്ഞു കടടക്കുക, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു. അങ്ങനെ ഞങ്ങൾ അടപ്പിക്കാനൊന്നുമില്ല, ഓരോ പീടികകളിലും കയറി ഇറങ്ങി പറയുകയുണ്ടായി. അപ്പോൾ കുറേ ആളുകളൊക്കെ കൈയോടെ തന്നെ അവരും ആ ഒരു ആഘാതത്തിലായി. അങ്ങനെ കടകളൊക്കെ അടച്ചു, അതിന് സഹകരിച്ചു. അതിനും മുമ്പേ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം, ആ സമയമൊക്കെ ഓർമ്മയുണ്ടോ? ആ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ആ ഘട്ടമൊക്കെ ഞാൻ വളരെ കൊച്ചാണ്. 43-ലാണ് എൻ്റെ ജനനം. 47 എന്ന് പറയുമ്പോൾ അപ്പുറത്തെ വലിയ ഓർമ്മകളിൽ അങ്ങനെ എനിക്ക് പറയാനുണ്ടാവില്ല. പഠനമൊക്കെ എങ്ങനെയായിരുന്നു? എവിടെയാണ് പഠിച്ചത്? ഞാൻ കരിമംഗലം FN ഹൈസ്കൂളിലാണ്. എന്നെ പൊളിറ്റിക്കലായിട്ട് എന്നെ ഒരു പരിചയപ്പെടുത്തിയത് വേണമെങ്കിൽ അയ്യന്തേനായ മാസ്റ്ററാണെന്ന് പറയും. ഒരു ആദർശവാദിയായ ഒരു രാഷ്ട്രീയക്കാരൻ. കെ കരുണാകരൻ DCC പ്രസിഡൻ്റായിരിക്കുമ്പോൾ അങ്ങൊരു സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് അയ്യന്തേനായ മാസ്റ്റർ. അയ്യന്തേനായ മാസ്റ്റർ നമ്മുടെ വിമോചന സമരകാലത്ത് പനമണ്ടി ഗോവിന്ദമേനോനും കെ കരുണാകരനും ഒക്കെയാണ് നേതാവെങ്കിലും അയ്യന്തേനായ മാസ്റ്ററാണ് ബുദ്ധി കാര്യങ്ങളൊക്കെ കരിനീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ BK കൃഷ്ണമേനോനെ കൊണ്ടുവന്നിട്ട് അന്ന് രാജ്യലക്ഷ്മി BK കൃഷ്ണമേനോനെ കൊണ്ടുവന്ന് പ്രസംഗിച്ച് ഇന്ദിരാഗാന്ധിയെ കൊണ്ടുവന്ന് തൃശ്ശൂർ വന്ന് പ്രസംഗിപ്പിച്ച് അങ്ങനെയൊക്കെ അതിലൊക്കെ നമ്മളെ കേൾക്കാനും പങ്കെടുപ്പിക്കാനും അന്ന് പഠിക്കണ കാലത്ത് തന്നെ അയ്യന്തേനായ ശ്രമിച്ചിരുന്നു. ഞങ്ങൾക്കൊക്കെ പാസ് ചെയ്യും കേൾക്കാൻ. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ കടത്തി വിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് മാഷി സെൻറ്റ് തോമസ് കോളേജിലാണ് അന്ന് കൃഷ്ണമേനോൻ വന്നത്. കൃഷ്ണമേനോൻ അന്ന് സത്യത്തിൽ കേരളത്തിൽ ഈ 50 നെഹ്റുവിന് EMSൻ്റെ ഭരണത്തിനോട് വളരെ അനുകൂലമായ മനസ്സിലായിരുന്നു. അപ്പോൾ EMSുമായി ഒരു ഇതില്ലാതെ കോംപ്രമൈസ് ചെയ്ത് പോകണം. മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം ഇന്ത്യയിലുണ്ടാകുന്നത് നെഹ്റുവിനെ സംബന്ധിച്ചിട്ടും അന്തസ്സിൻ്റെ ഭാഗമായിരുന്നു. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്ന മാതിരിയല്ല, ജനാധിപത്യത്തിലൂടെ കേരളത്തിൽ എൻ്റെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി എന്നുള്ള അഹന്ത കാത്തു സൂക്ഷിക്കുന്ന ആളായിരുന്നു നെഹ്റു. അപ്പോൾ നെഹ്റുവിന് EMSനെ നിലനിർത്തുന്ന ആഗ്രഹമുണ്ടായിരുന്നു. DK കൃഷ്ണമേനോനെയും ഇന്ദിരാഗാന്ധിയെയുമാണ് ഇവിടെ കേരളത്തിൻ്റെ പനമ്പള്ളി ഗോവിന്ദമേനോനൊക്കെ ഇതിനെതിരായിരുന്നു.
കെ കരുണാകരൻ എതിരായിരുന്നു. വിമോചന സമരമൊക്കെ സംഘടിപ്പിച്ച് കേരളം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായി കോളിളക്കം സൃഷ്ടിച്ച സമയത്താണ് നെഹ്റു ഇന്ദിരാഗാന്ധിയും വി കെ കൃഷ്ണമേനോനെയും കേരളത്തിലേക്ക് പറഞ്ഞൊരു റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷെ അവരുടെ രണ്ടുപേരും റിപ്പോർട്ട് എതിരായിരുന്നു. അങ്ങനെയാണ് നെഹ്റു അന്ന് ഡിസ്മിസ് ചെയ്യാനായിട്ട് തയ്യാറായത്. EMS മന്ത്രിസഭയുടെ 26 മാസത്തെ ഭരണം അവസാനിപ്പിച്ചത് ആ സമയത്താണ്. പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോഴേ അന്ന് ആ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് തോന്നി. ശരിയല്ല എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. നമ്മുടെ വയലാർ രവി പരസ്യമായി പറഞ്ഞു അന്ന് 1969 കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണെന്നുള്ള ഒരു അഭിപ്രായക്കാരനല്ല എന്ന് പറയുന്ന ആളായിരുന്നു വയലാർ രവി. വയലാർ രവി അന്ന് KICC നേതാവാണ്. അന്ന് മറ്റുള്ള നമ്മൾ ആ സമയത്ത് തോപ്പിൽ രവി ഉണ്ടായിരുന്നു. നമ്മളെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയാണ്. തോപ്പിൽ രവി യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയ ആളാണ്. യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന അയാളാണ്. അയാളും MA ജോണും ആണ് അത് സംഘടിപ്പിക്കുന്നത്. കൊച്ചിയിൽ വെച്ച് സ്വന്തമായി യൂത്ത് കോൺഗ്രസിന് ഒരു ആസ്ഥാനം ഉണ്ടാക്കുന്നത് തോപ്പിൽ നമ്മുടെ കൂർക്കഞ്ചേരിക്കാരനായ തോപ്പിൽ രവിയാണ്. എൻ്റെ സീനിയറാണ് അയാൾ. അപ്പം അയാളായിട്ട് എനിക്ക് വളരെ അടുപ്പുള്ള കാരണം അപ്പം ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ആവണേക്കാളും മുന്നേ എന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് എടുത്തു. അപ്പോൾ എനിക്ക് യൂത്ത് ആവേണ്ടിയൊന്നുമില്ല. അത് ഇതാണ് ഇന്ദിരാഗാന്ധിയുടെ പുതിയ വേവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ പെട്ടെന്ന്, അല്ലെങ്കിൽ അത് 10 കൊല്ലം കഴിഞ്ഞാലും ആ പോസ്റ്റിലെത്താൻ പറ്റില്ല. പിന്നീട് നമ്മൾ അടിയന്തരാവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് ആ സമയത്ത് നമുക്കറിയാം ഈശ്വരവാര്യര് രാജൻ കേസ് തൃശ്ശൂരാണ് നമ്മുടെ ഇതിന്റെ ഒരു പരിസരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓർമ്മയിൽ ഭയങ്കര വൈകാരികമായിട്ടുള്ള ഒരു എലമെന്റും കൂടിയിട്ടാണ് അത്തരം സംഗതികൾ. അതിനോടൊക്കെ ഒരു തൃശ്ശൂർക്കാരനായ കോൺഗ്രസ്സുകാരെന്നുള്ള രീതിയിലേ രസകരമായ കാര്യം നമ്മളിത് പറഞ്ഞപ്പോൾ നമ്മുടെ ഈശ്വരവാര്യര് മരിച്ച ദിവസം കൂടിയാണെന്ന് അതിങ്ങനെ പത്രങ്ങളിൽ ഇന്ന് രാവിലെ വായിച്ചപ്പോൾ അതിൽ ഇങ്ങനെ കണ്ടു ഈശ്വരവാര്യര് മരിച്ചത്. ദേശാഭിമാനിയിലാണ് അതിങ്ങനെ വായിക്കാനുള്ളത്. അന്നത്തെ ഈ അച്യുതമേനോൻ്റെ ഭരണത്തിൻ്റെ മികവ് കൊണ്ടാണ് അത് അത്ര വലിയ, അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പ്രകമ്പനം ഉണ്ടായത്. സത്യത്തിൽ രാജൻ്റെ മരണം വലിയുണ്ടായ ആഘാതം ആദ്യത്തിൽ അത്രയധികം ഇവിടെ കേരളത്തിൽ അത് അച്യുതമേനോൻ്റെ ഭരണത്തിൻ്റെ മികവുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കരുണാകരൻ്റെ ഭരണത്തിലാണ് അത് വലിയ ശക്തിയായ ഒരു എതിർപ്പുകളുടെ കുന്തമ്മനകളായി. കേരളത്തില് അടിയന്തരാവസ്ഥയെ കുറിച്ച് ഓർക്കുന്നത് മുഴുവൻ രാജൻ എന്ന് പറയുന്ന ഒരു ആളെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ ഒരു. അന്ന് രാജൻ്റെ ഒരു കേസിൽ പറയുന്ന അന്ന് കേട്ടിട്ടുണ്ട്, എൻജിനീയറിംഗ് കോളേജിലെ ഇയാളൊരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ രാജൻ്റെ സംഭവം പിന്നീടാണ് അത് വലിയ കേരളത്തിൻ്റെ തന്നെ ഒരു മുറിവായിട്ട് മാറുന്നത് പിന്നീടാണ്. പിന്നീട് ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ സജീവമായി. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 70കൾക്ക് ശേഷം കേരളത്തിലെ ഭരണം എന്ന് പറയുന്നത് LDFും UDFുമായിട്ട് 2 മുന്നണികളായിട്ട് മാറുന്നു. മാറി മാറി ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. കോൺഗ്രസ് കുറച്ചും കൂടി കരുത്തരായിരുന്ന ഒരു കാലവും കൂടിയിട്ടാണ് 70, 80, 90 എന്നൊക്കെ പറയുന്നത്. ഇപ്പോഴത്തെ മാതിരില്ല. ഇപ്പൊ ശക്തി കുറഞ്ഞ കോൺഗ്രസിനെയാണ് നമ്മൾ കേന്ദ്രത്തിലും കേരളത്തിലും കാണുന്നത്. കോൺഗ്രസിന്റെ പ്രതാപകാലത്ത് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലെ അതിന്റെ ഒരു ഐഡിയോളജിയും ഒക്കെ എങ്ങനെയാണ് ആ ഒരു പാർട്ടിയുടെ കൂടെ നിന്നിട്ട് പറയാം? അമ്മ പറയുന്ന ശക്തി ഇന്ദിരാഗാന്ധി, എല്ലാവരുടെയും കണ്ണും കാതും എല്ലാം ഇന്ദിരാഗാന്ധിയിലേക്കായിരുന്നു. അതുകൊണ്ടാണ് ഈ കേരളത്തിലൊന്നല്ല പൊതുവെ ഒരു പുനർജീവനം കോൺഗ്രസിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ വരവാണ്. കേരളത്തിലും അതിന് ശക്തിയായി അനുകൂലമായ അവസ്ഥയുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഇവിടുത്തെ പ്രമുഖന്മാരായ കോൺഗ്രസ്സുകാരൊക്കെ ഇന്ദിരാഗാന്ധിക്കെതിരായിരുന്നു. KC അബ്രഹാം മാഷാണ് അന്ന് KPCC പ്രസിഡൻറ്റ്. അബ്രഹാം മാഷൊക്കെ ശക്തിയായി KPCCയുടെ പ്രസിഡന്റ് എന്നുള്ളവർക്ക് ഇന്ദിരാഗാന്ധിക്കെതിരായിരുന്നു. അപ്പോൾ ആ തലമുറ മുഴുവൻ ഇന്ദിരാഗാന്ധിക്കെതിരായിരുന്നു. യുവ സംഘടനകളാണ് അനുകൂലമായിട്ട് നിന്നത്. അതിലേറ്റവും മികച്ച ആൾ നമ്മുടെ വയലാർ രവിയായിരുന്നു.
അപ്പോഴാണ് ഈ നമ്മളെ ഈ തോപ്പി ദേവീനെ കുറിച്ച് പറയേണ്ടത്. വയലാർ രവിയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് തോപ്പി ദേവി. തോപ്പി ദേവിക്കുള്ള മെച്ചം ഭംഗിയായിട്ട് പ്രസംഗിക്കുമായിരുന്നു. അയാൾ കവിത സെൻറ് തോമസ് കോളേജിൽ പഠിക്കുമ്പോൾ കവിതാ മത്സരത്തിന് പങ്കെടുത്തു. അയാളുടെ കവിത സ്റ്റാൻഡേർഡ് കൂടി എന്ന് പറഞ്ഞ് ആരുടെയോ കോപ്പി അടിച്ചെന്ന് പറഞ്ഞിട്ട് അയാളുടെ നിർത്താതി കളഞ്ഞു. പക്ഷേ നന്നായി, അതെ, അത് സ്റ്റാൻഡേർഡ് കൂടി. ഒരു വിദ്യാർത്ഥി എഴുതാൻ പറ്റിയ ഒന്നല്ല തോപ്പി ദേവിയുടെ രചന എന്നാണ് അന്നത്തെ തീരുമാനമായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞാൻ ഇതിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കണ്ടായിരുന്നു. പിന്നെ തോപ്പി ദേവിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അന്ന് അയാളൊരു പുസ്തകം, ഒരു കഥാപ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. വയലാർ ഗർജിക്കുന്നു എന്ന് പറയുന്ന പോലെ വരന്തരപ്പിള്ളി ഗർജിക്കുന്നു എന്ന് പറയുന്ന ഒരു കഥാപ്രസംഗം ഒക്കെ കൊണ്ട് നടക്കുകയുണ്ടായി. അന്ന് അവിടെ വിമോചന സമരക്കാരാണ്. അവിടെ ഈ വരന്തരപ്പിള്ളിയിൽ വെട്ടേറ്റ് 5-6 ആൾ മരിക്കുക എന്തെങ്കിലും ഉണ്ടായി. അപ്പം അതിന് സ്മരിച്ചാണ് തോപ്പി ദേവി അന്ന് അങ്ങനെ ഉണ്ടായത്. തോപ്പി ദേവി പറഞ്ഞമാതിരി യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന കാലത്ത് കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസിന് ഒരു ആസ്ഥാനം ഉണ്ടാക്കുന്നത് അയാൾ ഭാഗ്യക്കുറി ടിക്കറ്റ് ഇട്ടിട്ടാണ്. അത് ഈ തോപ്പി ദേവിയാണ് ആ ഭാഗ്യക്കുറി ടിക്കറ്റൊക്കെ സംഘടിപ്പിക്കുകയും വിൽക്കുകയും ഉണ്ടായിട്ട് അതിനൊരു ആസ്ഥാനം ഉണ്ടാക്കി, യൂത്ത് കോൺഗ്രസിന് ഒരു ആസ്ഥാനം ഉണ്ടാക്കി എന്നുള്ളതാണ് അന്നത്തെ നേട്ടങ്ങളുടെ പട്ടികയിൽ തോപ്പി ദേവിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ അയാൾ ശരിക്കുള്ള വീട് വടൂക്കരയാണ്. പക്ഷെ കണിമംഗലത്ത് അമ്മാവൻ്റെ വീട്ടിലാണ് അയാൾ താമസിച്ച് പഠിച്ചിരുന്നത്. അമ്മാവൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു. അപ്പോൾ നമ്മുടെ SN ഹൈസ്കൂൾ വിമോചന സമരത്തിൻ്റെ സമരം നടക്കുകയാണ്, ആ വിദ്യാർത്ഥി സമരം. ആ വിദ്യാർത്ഥി സമരത്തിന് ഇയാളെ വരാതിരിക്കാൻ, ഇയാൾ നല്ല പ്രാസംഗികനാണ് തോപ്പി ദേവി. എല്ലാവരെയും ആകർഷിക്കാനുള്ള കഴിവുകളുടെ പ്രസംഗങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ വരാതിരിക്കാൻ ഇയാളെ വീടിൻ്റെ കൂട്ടി തോപ്പി ദേവിയിൽ ഓട് പൊളിച്ചിട്ടാണ് ഞങ്ങളുടെ നേതൃത്വം വഹിക്കാൻ ഈ തോപ്പി ദേവി വന്നത് ഓർമ്മയുണ്ട്. ഈ വിമോചന സമരകാലം ഓർമ്മയുണ്ട്, മന്ത്രിസഭ വീണത് ഓർമ്മയുണ്ട്. നെഹ്റു പക്ഷേ അതിനനുകൂലമായിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിലെ കമ്മ്യൂണിസത്തോട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് അനുഭവം തോന്നിയിട്ടുണ്ടോ, ആശയപരമായിട്ടോ? അല്ല, പുരോഗമനപരമായ പല കാര്യങ്ങളുടെയും നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അത് അന്ന് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വലിയൊരു അപകടമുണ്ടായത് സൽഭരണത്തിൻ്റെ വലിയ അപകടമുണ്ടായത്. അതൊരു മാറ്റത്തിന് വേണ്ടി അവർ ചെയ്തൊരു കാര്യമാണ്. അതായത് താഴെയുള്ള സഖാക്കളുടെ ഉപദേശം കേട്ടിട്ട് വേണം ഭരിക്കാൻ എന്നൊരു ഇത് ആ സമയത്ത് ഉണ്ടായി. അതാണ് അന്നത്തെ സദ്ഭരണം കൊണ്ടാണ് അന്ന് അത് വേരോട്ടം, കമ്മ്യൂണിസ്റ്റ് പേരിൽ വേരോട്ടം ഉണ്ടാകാതെ പോയത് അല്ലെങ്കിൽ അതുകൊണ്ടാണ്. അതായത് അപ്പോൾ പ്രാദേശികമായി സംഘർഷങ്ങളായി. ഓരോ ലോക്കൽ കമ്മിറ്റി നേതാവും അയാൾ പറഞ്ഞതാണ് പോലീസുകാരൻ കേൾക്കുക. പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുമായിട്ട് അവരുടെ അഭിപ്രായം ചോദിക്കുക, നമ്മുടെ മുമ്പ് വെച്ചിട്ടാണ് ചോദിക്കുക. എന്നിട്ടിപ്പോൾ കാര്യങ്ങൾ അങ്ങനെ വരുന്ന ഒരു ഘട്ടം കൊണ്ടാണ്. അല്ലെങ്കിൽ EMSൻ്റെ ഭരണത്തിൻ്റെ തകർച്ച മോശം കൊണ്ടല്ല, ഈ സൽഭരണത്തിൻ്റെ അപകടം കൊണ്ടാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡിസ്മിസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭവം തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാനിവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുമായി വളരെ സൗഹാർദ്ദപൂർവ്വമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു. ഞങ്ങൾ, എൻ്റെ കാഴ്ചപ്പാട്, ഞാനൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണെങ്കിൽ അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്. ഞങ്ങൾ പരസ്പര ബഹുമാനം ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ അവരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. ഈ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജീവ് ഗാന്ധി അധികാരത്തിലേക്ക് വരുന്നു. ആ കാലമൊക്കെ മാറ്റി ഓർമ്മയുണ്ടാവും. പിന്നീട് വരുന്ന രാഷ്ട്രീയ സംഭവ വികാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഒക്കെ ഒരു കേന്ദ്രം കൂടി, ആ ഒരു കലുഷിതമായിട്ടല്ല എങ്കിൽ അങ്ങനെ ഒരു നിന്നിരുന്ന ഒരു കാലഘട്ടവും കൂടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ സമാന്തരമായിട്ട് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴാണ് തോന്നുന്നത്
ജനസംഘത്തിന്റെ ഒരു ആവിർഭാവം വരുന്നു, പിന്നീട് അത് BJP ആയിട്ട് മാറുന്നു, അത്തരത്തിലുള്ള സംഗതികൾ വരുന്നു. 2014 അതിനു മുമ്പ് വാജ്പേയി സർക്കാർ വന്നിട്ടുണ്ട് കുറച്ചു കാലത്തേക്ക്. 2014 ആകുമ്പോഴത്തേനും ഈ അന്തരീക്ഷം മുഴുവനും മാറുകയാണ്. ഒരു വർഗീയതയുടെ അതിപ്രസരം വരുന്നു, വർഗീയമായി മാറുന്നു. നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉണ്ടാവാറില്ല എന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എന്താ പറയുക ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ വിശ്വസിച്ചിരുന്ന ഒരു സംഗതിക്ക് വലിയൊരു വിടവുണ്ടാവുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നിരീക്ഷിക്കുക? അതായത് ഇന്ത്യയിൽ അന്ന് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് 2 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നു, കേവലം 2 സീറ്റ്. അങ്ങനെ വളരാൻ അനുവദിക്കാത്തത് ഉണ്ടായിരുന്ന ഒരു ഇന്ത്യയിലെ അന്തരീക്ഷം മഹാത്മാഗാന്ധിയുടെ മരണത്തോടുകൂടി 100 വർഷത്തോളം അത് നീണ്ടു നിന്നു. അത് ഇവർക്കെതിരായിട്ടുള്ള ചിന്തയായി നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് BJP വളരാതിരുന്നത്. പക്ഷെ അല്ലെങ്കിൽ BJP അതിന് മുമ്പേ തന്നെ വളർന്ന് പന്തലിക്കേണ്ട ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. വാജ്പേയിയാണ് ആദ്യമായി BJPയുടെ പ്രധാനമന്ത്രിയായി വരുന്നത്. പക്ഷെ അദ്ദേഹം വളരെ സ്മൂത്തായിട്ടാണ് കൈകാര്യം ചെയ്തിരുന്നത്. അദ്വാനിയുടെ കയ്യിലാണ് ചുക്കാണെങ്കിലും മേൽവിലാസം അത് നല്ല സൗമ്യനും ഭരണിക്കാൻ കഴിവുള്ള ആളാണെന്ന് എന്നുള്ള നിലയ്ക്ക് വാജ്പേയിയാണ് BJP തന്നെ മുമ്പിൽ നിർത്തിയിരുന്നത്. പിന്നീട് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു യുഗത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം സർവാധിപതിയാണ്. സർവാധിപതിയും ഏകാധിപത്യ സ്വഭാവമുള്ള ഒരാളാണ്. എല്ലാം തൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തണം എന്നുള്ള ആശയക്കാര്യമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ജനാധിപത്യത്തിനൊരു വളർച്ചയ്ക്ക് വിഘാതമായിട്ടുള്ളൊരു ഭരണമാണ് മോഡിയുടെ ഭരണമെന്ന് നമുക്ക് പറയേണ്ടി വരും. എല്ലാ കാര്യങ്ങളിലും ഒരു സർവത്ര മേധാവിത്വം, അവിടെ ജനാധിപത്യത്തിൻ്റെ സ്ഥാനം തന്നെ ഇല്ലാതായിപ്പോയി. നമ്മുടെ ഇതുവരെയുള്ള ഇന്ത്യ ചരിത്രത്തിൽ, സ്വാതന്ത്ര്യ ഇന്ത്യക്ക് ശേഷമുണ്ടായിരുന്ന ചരിത്രത്തിൽ ഇതിനൊക്കെ വിപരീതമായിട്ടാണ് നമ്മുടെ മോഡിയുടെ ഭരണം വരുന്നത്. അത് പ്രത്യക്ഷത്തിൽ തന്നെ ആർക്കും തിരിച്ചറിയാവുന്ന വിധത്തിലാണ്, ഏത് ആൾക്കാർക്കും മനസ്സിലാകാവുന്ന വിധത്തിലുള്ള ഒരു ഭരണം. നമ്മൾ സങ്കടത്തോടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ജനാധിപത്യ വിശ്വാസികളാണ്, പുരോഗമന വക്താക്കളാണെന്ന് വിശ്വസിക്കുന്ന പലരും ഈ നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തിൻ്റെ ആരാധകരായി മാറുന്നൊരു കാഴ്ച നമുക്ക് ചുറ്റും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു എന്ന് മാത്രമല്ല, കോൺഗ്രസിനോടുള്ള ഒരു വിമർശനം, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയമായ വിമർശനം എന്താണെന്ന് വെച്ചാൽ, ഈ ഹിന്ദുത്വ എലമെന്റ് ഉണ്ടല്ലോ, അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ആദർശത്തിന്റെ കൂടെ തന്നെ ഇൻവിസിബിൾ ആയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്ന നേതാക്കളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എങ്ങനെ അത് സാധിക്കുന്നു, പ്രത്യയശാസ്ത്രപരമായി എന്നൊക്കെ സംശയം തോന്നുന്നുണ്ടെങ്കിലും അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ ഒരു മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുക? ആ മൃദുത്വ സമീപനം ഇപ്പോഴല്ല, പഴയകാലം തന്നെ എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം മഹാത്മാഗാന്ധി എന്നുള്ള പ്രതിരൂപത്തിൽ അവസാനിപ്പിച്ചു. അവിടെയാണ് അതൊക്കെ മുറ്റി ഉടഞ്ഞു നിന്നത്. അത് അല്ലെങ്കിൽ അത് പണ്ടേ തന്നെ വലിയ ഒരു പ്രസ്ഥാനമായി, ഈ രണ്ടൊന്നല്ല അതിലും കൂടുതൽ ശക്തിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി BJP. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ 80% വരുന്നത് ഹിന്ദുക്കളാണ്. 20 കോടി 18 കോടിയാണ് മുസ്ലിമുകളുള്ളത്, 2 കോടിയാണ് ക്രിസ്ത്യാനികളുള്ളത്. ആ രാജ്യത്ത് സ്വാഭാവികമായ മൃദു ഹിന്ദുത്വം സ്വീകരിക്കുക ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും സ്വാഭാവികതയായിരുന്നു. അത്രയും. പക്ഷേ എന്നിട്ടും മൃദു സ്വഭാവം ഉണ്ടെങ്കിലും ജനാധിപത്യം കാത്തു സൂക്ഷിക്കാനുള്ള കോൺഗ്രസിൻ്റെ നീക്കം, അതിന് വലിയ പേരോട്ടം അന്ന് ഇന്ത്യക്കകത്തുണ്ടായിരുന്നു. സത്യത്തിൽ തെക്കേ ഇന്ത്യയിൽ രാജാജിയാണ് കോൺഗ്രസിൽ നിന്ന് വിട്ട് ഒരു പ്രമുഖനായ നേതാവ് മാറുന്നത്. അതുവരെ തെക്കേ ഇന്ത്യ കാമരാജ് നാടാർ ഒക്കെയാണ് അതിൻ്റെ ശക്തി. കാമരാജ് നാടാർക്ക് എതിരായി
രാജാജി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഗവർണർ ജനറലായ ആളാണ്. പക്ഷേ രാജാജിനെ അതിജീവിക്കാൻ കാമരാജിന് സാധിച്ചത് നെഹ്റുവിൻ്റെ അനുഗ്രഹവും സമീപനവുമായിരുന്നു. നെഹ്റു കാമരാജനെ തെക്കേ ഇന്ത്യയിൽ വളർത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും സഹകരിക്കുന്ന പ്രധാനമന്ത്രിയായിരുന്നു. അത് രാജാജിക്കുള്ള ശക്തമായ വയ്ക്കലായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ അമേരിക്കൻ രീതിയെ അവലംബിക്കണമെന്നുള്ള ആശയക്കാരനായിരുന്നു രാജാജി. പക്ഷെ നെഹ്റു അങ്ങനെ അതായിരുന്നു. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ കാര്യം. മാഷ്ക്ക് ഏതെങ്കിലും ഘട്ടത്തിലെ ഈ കോൺഗ്രസ് ഇങ്ങനെ ദുർബലമായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ആ ഘട്ടത്തിൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് അങ്ങനെ തളരുമ്പോൾ നമ്മുടെ മാനസികമായ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നെപ്പോലുള്ള എൻ്റെ ഈ പ്രായക്കാർക്ക് മുഴുവൻ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു യുവ തലമുറ എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ശക്തിയുള്ള ഒരു തലമുറേനെ കാണാനുമില്ല. അങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കാനായിട്ട്. മാഷിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴേ ഗാന്ധി എന്ന് പറയുന്ന ഒരാൾ, ഗാന്ധി എത്രത്തോളം മാഷിന്റെ ഉടുപ്പില്, മാഷിന്റെ നടത്തത്തില്, മാഷിന്റെ ജീവിത ശൈലിയിലൊക്കെ നമുക്കൊരു ഗാന്ധിനെ കാണാൻ പറ്റുന്ന എനിക്ക് ചെറുപ്പത്തിലേ തോന്നുന്ന ഒരു കാര്യമാണ്. മാഷ് ചെരുപ്പിടാറില്ല ഇപ്പോഴും അല്ലേ, നടക്കുമ്പോഴൊന്നും നടക്കാറില്ല. ആ ഒരു എന്താ പറയാ, നമ്മൾ കാണാത്ത ഒരു അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയും കൂടിയിട്ടാണ് മാഷിന്റെ ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത്. ഗാന്ധി എത്രത്തോളം ഉണ്ട് മാഷിന്റെ ജീവിതത്തിൽ? അത് ഈ പറഞ്ഞ കാര്യത്തിലേ ഞാൻ വളരെ ലക്ഷറിയസ് ആയിരുന്നു ആദ്യം. അന്നത്തെ ഒരു ഷർട്ടുണ്ട്, ടെർലിൻ ഷർട്ട്. ടെർലിൻ ഷർട്ട് അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ആയിട്ടാണ് എൻ്റെ ഒരു സ്കൂളിലെ പ്രവേശന സമയത്തൊക്കെ ഞാൻ വരുന്നത്. സത്യത്തിൽ അല്ല, സൗകര്യങ്ങൾ വേണ്ടത്തോളം ഉണ്ടായിരുന്നു. അച്ഛൻ സാമ്പത്തികമായ വലിയ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പണപ്പെട്ടിയിൽ കാശെടുത്ത് ചിലവഴിക്കാനൊക്കെ ആയിട്ട് ഞാൻ എടുത്ത് സ്ഥിരമായി സിനിമ കാണുന്ന സ്വഭാവക്കാരനൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു സുഖിയൻ ടൈപ്പിലായിരുന്നു ഞാൻ. ശരിക്കും രാഷ്ട്രീയത്തിൽ 69 ഇന്ദിരാഗാന്ധിയിലേക്കുള്ള നീക്കമാണ് എന്നെ രാഷ്ട്രീയക്കാരനായി രൂപാന്തരപ്പെടുത്തുന്നത്. അതിനു മുമ്പ് ഞാൻ ഒന്നാം തരം കലാകാരനാണെന്ന് വേണമെങ്കിൽ പറയാം. നാടകം അങ്ങനെയൊക്കെ പറയുന്നത്. ഇവിടെ ഒരു സിനിമ കൊട്ടായി ഉണ്ടായിരുന്നു, മേരി മാത തിയേറ്റർ. അതിൻ്റെ പിന്നിൽ സിനിമകളുടെ ഡയലോഗ് കേൾക്കാനായിട്ട് അത് കഴിയുന്നവർ അതിൻ്റെ പിന്നിലിരിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പിന്നെ നാടകത്തിൽ അഭിനയിക്കുന്ന 59 യൂത്ത് ഫെസ്റ്റിവലൊക്കെ ആരംഭിക്കുന്ന ഘട്ടമാണ്. ആ യൂത്ത് ഫെസ്റ്റിവൽ ഞാൻ എഴുതിയ നാടകമാണ് അയ്യമ്പേരായ മാഷ് ഇരിങ്ങാലക്കുട യൂത്ത് ഫെസ്റ്റിവൽ കൊണ്ട് അവതരിപ്പിക്കുന്നത്. അത് ജാതി മതമില്ലാത്ത ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അതിൽ മുസ്ലിം കഥാപാത്രമായിരുന്നു അത്. ഞാൻ അപ്പോൾ ആ മുസ്ലിം കഥാപാത്രം നന്നായി എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഈ ഇരിങ്ങാലക്കുട ഫെസ്റ്റിവലായിരുന്നു അത്. അപ്പോൾ ആ ഞങ്ങളുടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അണിയറയിൽ അയ്യമ്പേലായിരുന്നു. പക്ഷേ ഞങ്ങൾ അഭിനന്ദിക്കാൻ അവിടെ ഇരിക്കുന്നു. മാഷ് അത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സുകളിലും നമ്മളെ ആ നാടകത്തെക്കുറിച്ചും പിന്നെ എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഒരു അപ്ലാസ് ഉണ്ടാക്കി. അത് എനിക്ക് സ്കൂളിലൊരു വലിയ ഹീറോക്കാൻ സഹായിക്കേണ്ടായിരുന്നു. പിന്നെ നാടകം എനിക്ക് കുറുക്കഞ്ചേരി അമ്പലത്തിലെ നാടകങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കാനാണ് പിന്നെ എനിക്ക് സഹായിച്ചിട്ടുള്ളത്. ഞാൻ മാഷായതുകൊണ്ട് അഭിനയിക്കേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പം അന്ന് കുറുക്കഞ്ചേരി അമ്പലത്തിൽ ഫെസ്റ്റിവൽ നാടകം ഒരാഴ്ചക്കാലൊക്കെ നാടകമാണ് ഉണ്ടാകാറ്. ആ നാടകങ്ങളുടെയൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് നല്ലത്. അതായത് ഞാൻ സ്കൂൾ കടന്നു ചെല്ലുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്നെ സ്വാഗതം ചെയ്തത് യൂദാസ് എന്ന് പറയുന്ന ഒരു നാടകം കേൾത്ത രംഗം ഉണ്ടായിരുന്നു. അയാൾ അപ്പോൾ ആ കുട്ടി ഞാൻ ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ ബെഞ്ചിൻ്റെ മുകളിൽ കയറുന്നത് യൂദാസ് ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ സ്വാഗതം ചെയ്തത്. അപ്പം ആ യൂദാസ് നല്ല നാടകമായിരുന്നു എന്നാണ്. എന്നിട്ട് സുഖിമാനായിരുന്ന മാഷ് എങ്ങനെയാണ്
ലളിത ജീവിതത്തിലേക്ക് എത്തിയത്? അത് ഞാൻ മാഷായിപ്പോൾ ഞാൻ അത് അതിന് മുമ്പൊക്കെ നല്ല ഗ്ലാമർ വേഷത്തിലാണെന്നത്. മാഷായിപ്പോൾ ഞാൻ വലിയൊരു മാറ്റം ഉണ്ടായി. ലളിത ജീവിതത്തിൻ്റെ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത് SN അല്ല, JPHS SN പഠിച്ചെന്ന് മാത്രമേ ഉള്ളൂ. JPHS ആണ് ഞാൻ അധ്യാപകനായിരുന്നു. അത് എൻ്റെ അച്ഛനും 70 അച്ഛനായിട്ടുള്ള അടുപ്പം കൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്നോട് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പം ബസ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ എഴുത്തെന്തെങ്കിലും ഇഷ്ടമായില്ല. ഞാനന്ന് ഒരു ഭംഗിയുള്ള ലിനൻ്റെ ഒരു ധോത്തിയാണ് ഇങ്ങനെ ഉടുത്തിരുന്നത്. പിന്നെ ഷർട്ടൊക്കെ അങ്ങനെ അച്ഛനത് ഇഷ്ടമായില്ല. അച്ഛനും പറഞ്ഞു തൻ്റെ മോൻ വന്നിരുന്നു, പക്ഷെ എനിക്ക് അയാൾ ഇഷ്ടമായില്ല. പക്ഷെ ഞാൻ അയാൾ തള്ളിക്കളയില്ല തൻ്റെ മോൻ എന്നുള്ള ചോദിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ അപ്പം എന്ത് നടക്കുന്നത്? ഈ വേഷം മാറ്റാൻ കാരണം എന്താ? അല്ല, പിന്നീട് ഇവിടെ കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വം DCC, ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മെമ്പറായത് വളരെ മുമ്പാണ്. ഖദറിലേക്ക് മാറിയോ? പിന്നെ ഖദറായി. വെള്ളം ഉടുപ്പ് മാത്രം ഇടാൻ തുടങ്ങി. അന്നത്തെ DCC പ്രസിഡന്റ് ഒരു MD അബൂബക്കർ എന്ന് പറഞ്ഞ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അയാളുണ്ടായിരുന്നു. പിന്നീടാണ് NI ദേവസ്വത്തിയൊക്കെ വരുന്നത്. ഏത് ക്ലാസ്സിലാണ് പഠിപ്പിച്ചിരുന്നത്? ഞാൻ ട്രെയിനിങ് സ്കൂൾ വരെയുണ്ട്. ഡ്രോയിങ്ങാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഈ ഡ്രോയിങ് ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ ഹൈസ്കൂളിൽ സോഷ്യൽ സ്റ്റഡീസിന് വിടും. ഇവിടെയാണ് ട്രെയിനിങ് സ്കൂളിലാണ് നമ്മുടെ ആർട്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ അവർ വളരെ ശുഷ്കാന്തിയോട് കൂടിയിട്ട് അത് ചെയ്യുക. കാരണം അവർക്ക് മാർക്കുള്ളതാണ്, റെക്കോർഡിന് മാർക്കുള്ളതാണ്. അപ്പോൾ വളരെ വിജിലൻ്റായിട്ട് അവർ ഇരിക്കുക. മറ്റേ ക്ലാസ് അങ്ങനെയില്ല. പക്ഷേ അവിടെ ഞാൻ അതിന് സൂപ്പർ പണി ചെയ്തിരുന്നു. ഒരു പടം വരയ്ക്കണമെങ്കിൽ ഘട്ടം ഘട്ടമായിട്ടാണ് വരയ്ക്കുക. അപ്പോൾ കുട്ടികൾക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ വടക്കനാഥ അമ്പലം വരച്ചാലും കുത്തമ്പളി വരച്ചാലും കുട്ടികൾ ഭംഗിയായി അവരുടെ പുസ്തകത്തിൽ ഞാൻ നോക്കുമ്പോൾ നല്ലോണം വരച്ച് കാണും. ഈ വര പണ്ടേ തന്നെ ഉണ്ടോ? ഒരു തമാശ പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച് 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സിസ്റ്റർ വലേരിയ എന്ന് പറയുന്ന സിസ്റ്ററാണ്. ആ സിസ്റ്റർ എന്നെ നാടകത്തിൽ അഭിനയിച്ചത് ചിത്രകാരനായിട്ടാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അന്ന് വടം വരെയൊന്നും ഇല്ല. പക്ഷേ പുലിയും ചിത്രകാരൻ എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ഈ വലേരിയ സിസ്റ്റർ തയ്യാറാക്കി. അതിൽ പുലി എന്ന് പറഞ്ഞിട്ട് ലാസർ പുലിക്കെന്ന് പറഞ്ഞ് എൻ്റെ ഉയർന്ന ക്ലാസ്സിലുള്ള ഒരാളും ചിത്രകാരനായിട്ട് എന്നെ വേഷം കെട്ടിച്ചു. അന്ന് ചിത്രകാരൻ്റെ വേഷം തന്നെ ഒരു ചുവപ്പയും പൈജാമയായിരുന്നു. അതിന് എൻ്റെ ഓർമ്മയിലുണ്ട്. ഈ വരയെ പിന്നീടുള്ള കാലത്ത് ഈ അധ്യാപകനായിട്ടുള്ള വര അല്ലാത്ത ചിത്രരചനകൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതെൻ്റെ ഒരു വലിയൊരു പരാജയമായിരുന്നു. ഞാൻ ഈ രംഗത്ത് ഭംഗിയായിട്ട് വരയ്ക്കുകയായിരുന്നു. ഞാൻ അവിടെ സ്റ്റാഫ് റൂമിലിരിക്കുമ്പോൾ എൻ്റെ സഹാധ്യാപകന്മാരെ ഞാൻ ഇരുത്തി വരച്ചിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ അവർ എന്ന് പറഞ്ഞിട്ട് ആളാവത്തോട് കൂടി കൈയടിക്കും. പക്ഷെ ഞാൻ അത് വളർത്തിയില്ല. ആ രംഗത്ത് ഞാൻ വളരെ പരാജയമായിരുന്നു. അത് ചെറിയ നല്ല ഒരു ആർട്ടിസ്റ്റ് ആകാൻ വേണമെങ്കിൽ സാധിക്കുമായിരുന്നു എനിക്ക്. പക്ഷേ അതില്ല. അതുമാതിരി ഞാൻ ആർട്ട് പഠിക്കണ കാലത്ത് ഈ അവിടെ ആളെരിച്ച് വരയ്ക്കുന്ന സ്വഭാവമാണ്. അപ്പോൾ ആളുടെ മുഖച്ചായൊന്നും വരണമെന്നില്ല. അത് അസ്കറ്റം കിട്ടാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ ഞാൻ ആളുടെ ചായ ഭംഗിയായിട്ട് വരച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അന്നത്തെ ഒരു അധ്യാപകൻ, ഒരു ദാമോദരമേനോൻ, അയാൾക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. ഈ കാര്യങ്ങളുടെയാണ് എന്നെ മിടുക്കനായ ഒരു കുട്ടി എന്നൊക്കെ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നു. അതിന്റെ മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് കംപ്ലീറ്റ് ചെയ്തില്ല. ഗാന്ധി എത്രത്തോളം മാഷിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. ഗാന്ധി എന്ന് പറഞ്ഞ ഇവിടുത്തെ നാട്ടുകാരാണ് എന്നെ ഗാന്ധി എന്ന് ആദ്യം വിളിച്ചത്. ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഒരു പുതിയ അയാൾ വന്ന് താമസിക്കുന്നു. അയാൾ സെൻട്രൽ എക്സൈസ് സൂപ്രണ്ടാണ്. അപ്പോൾ അയാൾ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ കടിമംഗലത്ത് വന്ന് താമസമായപ്പോൾ എൻ്റെ അയൽവക്കക്കാരൻ ഞാൻ വരുന്ന കണ്ടപ്പോൾ ഞങ്ങളുടെ കണിമംഗലത്തെ
ഗാന്ധിയായിരുന്നു എന്നെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു പേരുണ്ട് എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്. അപ്പം അവരുടെ ഉള്ളിൽ കൂടിയാണ് ഞാൻ ഗാന്ധിയായിട്ട് വരുന്നത്. ചെരുപ്പിടാണ്ട് നടക്കണ എൻ്റെ ഗുട്ടൻസ് എന്താ? അത് ഞാനൊരു കഷ്ടത്തിൽ ചെരുപ്പിടാണ്ട് ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് തുറക്കാം. പിന്നെ തീരെ അങ്ങ് ഉപേക്ഷിച്ചു. ഒരു കുഴപ്പമില്ല. നല്ല നട്ടുവെച്ച വെയിലത്തും ഞാൻ നഗ്നഭാവനായിട്ട് നടക്കാം. കാല് ആദ്യമൊക്കെ പൊള്ളലുണ്ടായിരുന്നു, പിന്നെ തഴമ്പായി. കുഴപ്പമില്ല, ഏത് സമയത്തും വേണമെങ്കിൽ നടക്കാം. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. പിന്നെ നടത്തവും ഒരു നമ്മുടെ പ്രധാന ഘടകമാണ്. എവിടേക്കും പോകുമ്പോൾ പ്രധാനമായിട്ട് നടക്കാൻ. ആദ്യം തൃശ്ശൂർക്ക് സ്ഥിരമായിട്ട് നടക്കാറുണ്ട്. ശക്തൻ നഗറിൽ പോയിട്ടാണ് മടങ്ങി വരിക. ഇപ്പം ഞാൻ കുറുക്കഞ്ചേരി വരെ നടക്കുന്നത്. ഇപ്പോഴും നടത്തം ഉപേക്ഷിച്ചിട്ടില്ല. രാവിലെ കുറുക്കഞ്ചേരി വരെ നടക്കും. അവിടെ എസ് എൻ ലൈബ്രറിയിലെല്ലാം എഴുത്തിനും വായിക്കും. അത് കളിച്ച് നടക്കും. പിന്നെ ഈ നെഹ്റു ഇടുന്ന പോലത്തെ കോട്ട് ഇടുന്നത് എപ്പോഴും കണ്ടിട്ടുണ്ട്. അതെങ്ങനെ വന്നതാ? അത് സത്യത്തിലേ ഞാൻ ഈ കൗൺസിലറായപ്പോൾ ഞാനത് അങ്ങനെ കോർപ്പറേഷൻ്റെ കൗൺസിലറായപ്പോൾ ഞാൻ എത്തി തുടങ്ങിയത്. അപ്പോൾ അവിടുത്തെ സ്ത്രീകളായിരുന്നു മാഷ് ഇത് ഉപേക്ഷിക്കരുത്, ഇത് മാഷ് നല്ല ചേർച്ചയാണ്. പിന്നെ ഉപേക്ഷിച്ചില്ല. അവിടെ ML എന്ന് പറഞ്ഞ ഒരു സീനിയർ അവർ മുനിസിപ്പാലിറ്റി ആയിരിക്കുമ്പോഴും കോർപ്പറേഷൻ ആയിരിക്കുമ്പോഴും തോൽക്കാതെ ജയിക്കുന്ന ജനതാ പാർട്ടിയിലെ നേതാവാണ്. അവരാണ് പറയുന്നത് മാഷ് ഇത് ഉപേക്ഷിക്കരുത്. മാഷ് ഇത് ഉപേക്ഷിച്ച മാഷ് ഞാൻ തന്നു. മാഷ് വളരെ അനുയോജ്യമായ ഒരു വേഷമാണ് പിന്നെ അതങ്ങ് ഉപേക്ഷിച്ചില്ല. അപ്പം 2-3 ആ കറുത്ത വേഷം കരുതി. പിന്നെ ചെറിയ എഴുത്ത് പരിപാടികളുണ്ട് അല്ലേ? എഴുതുകയൊക്കെ ചെയ്യുമല്ലോ. എപ്പോഴാണ് അത് തുടങ്ങുന്നത്? എന്ത് തരത്തിലുള്ള സംഗതികളൊക്കെയാണ്? പൊളിറ്റിക്സ് ആണെന്നോ? ഇപ്പോഴും അത് എഴുത്ത് എനിക്കൊരു വാസനയുള്ള ഒരു കാര്യമാണ്. എഴുതിയിട്ട് ഞാൻ ഈ പ്രധാന പത്രങ്ങളൊന്നും വരില്ല. അപ്പം ഈവനിങ് പത്രങ്ങൾ ഇപ്പോഴും എഴുതി കൊടുക്കും. നമ്മുടെ അടുത്ത് കെ ബാലകൃഷ്ണൻ, സി കേശവൻ്റെ മകൻ, അയാളെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ട് കൊടുത്തിരുന്നു. അങ്ങനെ പ്രസൻ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഈവനിങ് പത്രങ്ങൾക്ക് എഴുതി കൊടുക്കും. ഇപ്പൊ വീണ്ടും മുരളി ഇവിടെ മത്സരിക്കുന്നത് കൊണ്ടും പത്മജ BJPയിലേക്ക് പോയത് കൊണ്ടും ഒക്കെ കരുണാകരൻ വീണ്ടും ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. തൃശ്ശൂരിന്റെ ഒരു പ്രധാനപ്പെട്ട ആളാണല്ലോ കെ കരുണാകരൻ. പുള്ളിയായിട്ടുള്ള വ്യക്തിബന്ധമുണ്ടോ? പത്മജയായിട്ട് വളരെ അടുപ്പായിരുന്നു. അവർ വീട്ടിൽ ഒക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. മുരളിയാണ് ഇപ്പം എൻ്റെ ലീഡർ. പത്മജയുടെ കൂടിയല്ല ഞാൻ. പക്ഷേ പത്മജ പെരുമാറ്റത്തിൽ അസാമാന്യമായ വൈഭവമുള്ള കുട്ടിയാണ്. ഏറ്റവും താഴോട്ട് വരാനും ഒരു മടിയില്ലാത്ത ലളിതമായ സ്വഭാവമുള്ള പുലർത്തുന്നതാണ്. BJPയിലേക്ക് പോയപ്പോൾ എന്ത് തോന്നി? അത് പ്രയാസം തോന്നി. സ്വാഭാവികമായി എന്നിൽ നിന്ന് വലിയൊരു അകലങ്ങളിലേക്ക് അവർ പോയ മാതിരി തോന്നി. മുരളിയിലേക്ക് അടുപ്പാണ്. അങ്ങനെ അങ്ങോട്ടും കിടക്കാവുകയും മാഷേന്നൊക്കെ വിളിക്കും. എന്നാലും മാനസികമായ അടുപ്പ് ആ കുട്ടിയായിട്ടായിരുന്നു. അത് അവരുടെ പെരുമാറ്റം കൊണ്ടാണ്, ആ പെരുമാറ്റ കലവര കൊണ്ടാണ്. പിന്നെ മുരളി ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞവർക്ക് മുമ്പ് ഉള്ളൊരു അകൽച്ച ഉണ്ടായിരുന്നു. മറ്റേ ആ കുട്ടി അങ്ങനെയല്ല. കരുണാകരൻ്റെ ഒരു ലീഡർഷിപ്പിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? കരുണാകരൻ എന്ന് പറഞ്ഞാൽ കരുണാകരൻ കോൺഗ്രസിൻ്റെ ഒരു ശക്തിയായിരുന്നു. കരുണാകരൻ പോയതോടുകൂടി കോൺഗ്രസിൻ്റെ ശക്തി ചോർന്നു പോയിരുന്നു അഭിപ്രായക്കാരനാണ് ഞാൻ. ആന്റണി ശുദ്ധനായ ആദർശക്കാരനായ, പക്ഷേ ആദർശ രാഷ്ട്രീയം കേരളത്തിൽ അത്ര ഈ ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ഉള്ളൂ. താഴെത്തട്ടിൽ പോയ പ്രായോഗികതയിൽ ഭയങ്കര പ്രയാസമാണ്. സാധാരണ പോലീസ് സ്റ്റേഷനും കോൺഗ്രസ്സുകാരൻ പോകരുത് എന്നൊക്കെ പറയുന്ന ആളാണ് ആന്റണി. പക്ഷേ ഏത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ പോകണമെങ്കിലും അയാൾക്ക് ആഗ്രഹം അയാളെ സഹായിക്കാൻ ഒരു കോൺഗ്രസ്സുകാരൻ കൂടെ വരണം തന്നെയാണ്. അയാളുടെ കരുത്ത് ഈ കൂടെ വന്നാനാണ്. അതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആദർശമാണ് ആന്റണിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ശക്തിയായിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർ ആരും പോലീസ് സ്റ്റേഷനിൽ പോകണ്ടെന്ന് വാക്കാലല്ല
പാർട്ടിയുടെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പോലും പറയുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനൊക്കെ സാധാരണ പൊതുവിശ്വാസം ആൾക്കാർക്ക് പോകാനായിട്ട് അവിടെ ഒരു ചേർന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു SI ആയിരുന്നു. അപ്പം ഞാൻ എല്ലാ ആൾക്കാരെ കംപ്ലൈൻറ്റ് അവരുടെ കൂടെ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ചെല്ലുന്നത് പൊതുവിശ്വാസർക്ക് ഇഷ്ടമല്ല. കാരണം അവർക്ക് വലിയ സാമ്പത്തികമായ ഗുണം കിട്ടുന്ന കാര്യം ഞാൻ പോകുന്നൊന്ന് നഷ്ടപ്പെടുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് മാഷ് പറഞ്ഞില്ലേ ഇപ്പൊ പ്രായോഗിക ആദർശം പ്രായോഗികമായിട്ടെന്നൊക്കെ, ഈ അഴിമതിയായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന സമയത്തെ കോൺഗ്രസ്സുകാർ അഴിമതി ചെയ്യുന്നത് ഒരു സ്വാഭാവികതയായിട്ടാണ് കേരള സമൂഹം കാണുന്നത്. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് അഴിമതി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമാണ്. അങ്ങനെ ചെയ്യില്ല, അതിൻ്റെ ഒരു ആദർശപരമായിട്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ അഴിമതി ചെയ്യും, അഴിമതിയും കോൺഗ്രസും ഒരു കൂട്ടാണ് എന്നുള്ളൊരു തോന്നലൊക്കെ വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അത് കോൺഗ്രസ്സിലുള്ള സ്വാതന്ത്ര്യമാണ്. ഓരോ പ്രവർത്തകനും കോൺഗ്രസ്സിലുള്ള സ്വാതന്ത്ര്യതയും അവന് പ്രവർത്തിക്കാനുള്ള സ്വൈര്യതയുമാണ് അതിന് കൂട്ടായി നിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ലീഡർ, ആ ലീഡർ കേഡറാണത്. അത് പറഞ്ഞ് താഴോട്ട് വളരാൻ കോൺഗ്രസ്സുകാരനെ എവിടെയും വേണമെങ്കിൽ അവൻ്റെ മിടുക്കൊണ്ട് ടോപ്പ് ഉയരത്തിൽ പോവാം. സാധാരണ കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് DCC സെക്രട്ടറിയാവും ചിലപ്പോൾ. അതവൻ്റെ കഴിവും മികവുമാണ്. അത് അങ്ങനെ വളർത്തിയെടുക്കാൻ കോൺഗ്രസ്സിലെ സാധിക്കുള്ളൂ, മറ്റു പാർട്ടികളിൽ സാധിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തീരെയും സാധിക്കില്ല. അല്ല, ഞാൻ കോൺഗ്രസ്സുകാരനല്ലേ, അപ്പോൾ സ്വാഭാവികമായി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 69 DCC അതേ ഇല്ല. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ അന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ലോക്കൽ കമ്മിറ്റി വേണമെങ്കിൽ സെക്രട്ടറി വരും. ഈ പറഞ്ഞതിനകത്തൊരു വലിയ പൊളിറ്റിക്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് സ്ഥാനം ഒരു പ്രധാനമാണ് കോൺഗ്രസിന്റെ എല്ലാ കാലത്തും. ഇപ്പോഴും ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയാക്കപ്പെടാത്ത ആളുകൾ ഭയങ്കര പരസ്യമായിട്ട് പാർട്ടിക്കെതിരെ സംസാരിക്കും. ഒരു സ്ഥാനം കിട്ടുക എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തനത്തിന്റെ ഒരു രീതി എന്ന് വരുന്നത്. അത് ഒരു പാർട്ടി സംവിധാനം എന്നുള്ള രീതിയിൽ മോശമല്ലേ ശരിക്കും? അത് പാർട്ടിനെ നിലനിർത്തില്ലല്ലോ. അതാണ് കോൺഗ്രസ്. ഈ സ്വാതന്ത്ര്യതയാണ് കോൺഗ്രസ്. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസം തോന്നും. രണ്ട് പ്രമുഖരായ ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ള സ്വഭാവം തന്നെ. അത് ഏറ്റവും പ്രകടമായത് AK ആൻ്റണിയും കരുണാകരനും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ്. പക്ഷെ അതാണ് കോൺഗ്രസ്. കോൺഗ്രസ് ക്ഷയിക്കാതെ നിൽക്കുന്നത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ വലുപ്പത്തിലാണ്. അല്ലെങ്കിൽ പണ്ട് ഈ സാധനം ഒരു അടിമുടി കോൺഗ്രസ്സുകാരനായി നിന്നിട്ടേ കേരളത്തിലെ CPM-നെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് രാഷ്ട്രീയപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണപരമായ മികവ് കാണിക്കാൻ അവർക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? അതെന്നും പറഞ്ഞാൽ അത് കേരളമായിട്ട് നിൽക്കുകയാണ്. എല്ലാ പുരോഗമനമായ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് കർഷക തൊഴിലാളി നിയമം കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. അതുമാതിരി തൊഴിലാളി ക്ഷേമനിധികൾ പലതും കൊണ്ടുവന്നു കോൺഗ്രസ്സാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ സാധിച്ചിട്ടില്ല. അവരാണ് ഇതൊക്കെ സത്യത്തിൽ കൊണ്ടുവരേണ്ടത്. ഏറ്റവും കൂടുതൽ കർഷക തൊഴിലാളി സംഘടനകളുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ കൊണ്ടുവന്നത്? വക്കം പുരുഷോത്തമനാണ് കർഷക തൊഴിലാളി നിയമം കൊണ്ടുവന്നത്. ആര്യയുടെ മുഹമ്മദ കർഷക തൊഴിലാളി നിയമം കൊണ്ടുവന്ന് അവർക്ക് ക്ഷേമനിധി ഉണ്ടാക്കണത്. അവിടെയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യൊപ്പില്ല. എന്നാലും സാധാരണ താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ആഭിമുഖ്യമായിരുന്നു. കോൺഗ്രസ് ഒരു ശത്രുഭാമാനുഭാവത്തോടെ കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. അപ്പോൾ ഞാൻ ജനിച്ചത് ഒരു പാവപ്പെട്ട വേണമെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് എന്ന് കരുതുന്ന ആളുകളായിരുന്നു ഇത് കാലഘട്ടത്തിൽ. അടിസ്ഥാന വർഗത്തിന്റെ കൂടെയാണ് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്നിട്ടുള്ളതും കൂടിയാണ്. ഈ കുഴപ്പം, അതായത് ഞാൻ ചോദിക്കാൻ, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എളുപ്പമാണ് കോൺഗ്രസ് നേതാക്കളെ പർച്ചേസ് ചെയ്യാൻ എന്നുള്ളത്. അത് നേരത്തെ പറഞ്ഞാണ് ഈ സ്വാതന്ത്ര്യത ഏറ്റവും കൂടുതൽ എവിടേക്ക് വേണമെങ്കിൽ പോവാം, എവിടേക്ക് വേണമെങ്കിൽ അവിടെ പോകാൻ പറ്റും. പിണറായി വിജയൻ സർക്കാരിനെ എങ്ങനെയാ മാഷ് നോക്കി കാണാൻ? പിണറായി നല്ല മുഖ്യമന്ത്രിയാണ്. പക്ഷേ ഭരണത്തിൻ്റെ മികവ് സാധാരണ താഴെത്തട്ടിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല.
എന്തർത്ഥത്തില്? രാഷ്ട്രീയപരമായ പാരമ്പര്യം കൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ബുദ്ധിപരമായ ഔന്നത്യം പിണറായി വിജയനുണ്ട്. പക്ഷേ ആ മികവും മിഴിവും ഭരണം നടത്തി അത് ഗുണകരമാക്കാൻ പിണറായി ഭരണത്തിന് സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ, പ്രവർത്തകർക്ക് തന്നെ പഴയത് വിട്ട് എതിർപ്പാണ് ഈ ഭരണത്തിനോട് ഉള്ളത്. അതങ്ങനെ മാഷ്ക്ക് സംസാരിക്കുമ്പോൾ ഞാൻ സാധാരണ എല്ലാവരുമായിട്ടും സംസാരിക്കുന്ന ടൈപ്പായകാരനാണ് ഇത് മനസ്സിലാക്കാനായിട്ട് ചെയ്തത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ടും നല്ല ബന്ധം എനിക്കുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരാശ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണത്തിലുണ്ട്. 7 വർഷമായി ഇരിക്കുന്നെങ്കിലും സാധാരണ അതിൻ്റെ ഒരു ഗുണം വേണ്ടത്ര കേരളത്തിൽ ലഭിച്ചില്ല എന്നുള്ള ചിന്തയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾക്ക് പോയി, നേതാക്കന്മാർക്ക് ഉണ്ടാകും. സാധാരണ ഈ ഇലക്ഷൻ കഴിയുമ്പോഴേ നമ്മളെല്ലാവരും ഭയങ്കര ടെൻഷനോട് കൂടി കാണുന്ന ഒരു ഇലക്ഷനാണ് 2024 എന്ത് സംഭവിക്കും എന്നുള്ളത്. മാഷ്ക്ക് എന്താ തോന്നുന്നത്? ആരും ഇനി ഭരണത്തിൽ വരുന്ന തോന്നുന്നത്? പാർലമെന്റ് BJP തന്നെ അധികാരത്തിൽ വരും. ഞാൻ പറയാൻ പാടില്ലാത്തതാണ്. അവരുടെ ആകെ രക്ഷപ്പെടുന്നത്, കോൺഗ്രസിൻ്റെ രക്ഷപ്പെടുന്നത് തെക്കേ ഇന്ത്യയിൽ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സംഭാവന കോൺഗ്രസിന് കിട്ടുന്നത്. 20 കിട്ടാവുന്ന ഏക സംസ്ഥാനം കേരളമാണ്. സാക്ഷരത എന്ന് പറഞ്ഞ കേരളമാണ്. ആലപ്പുഴയാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തത്. ഇപ്രാവശ്യം KC വേണുഗോപാലാണ് മത്സരിക്കുന്നത്. ഇപ്രാവശ്യം അത് 2020 ലഭിക്കുന്നതാണ് എന്നെപ്പോലെയുള്ള ഏറെക്കുറെ ആളുകൾ കരുതുന്നത്. അത് വിട്ടാൽ പിന്നെ ആന്ധ്രയിൽ മെച്ചപ്പെട്ട ഒരു ഇതാണ്. പിന്നെ തമിഴ്നാട്ടിൽ DMK ആണല്ലോ. ഉത്തരേന്ത്യയിലേക്ക് കിടന്ന ലക്ഷ്യമൊന്നുമില്ല. ഡൽഹി പഞ്ചാബൊക്കെ കിട്ടും. പിന്നെ ഈ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കേരളത്തിലും നല്ല അഭിപ്രായം സൃഷ്ടിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ അടുത്ത് പറഞ്ഞപ്പോൾ പിണറായിയേക്കാളും ഒരടി മുന്നിൽ ജനങ്ങളുടെ ഇടയിൽ രാഹുൽ ഗാന്ധിക്ക് സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞ ഒരു റിവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് കടന്നുകൂടാൻ അയാളുടെ ആ യാത്ര അയാളെ സഹായിച്ചിട്ടുണ്ട്. നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഉറപ്പായിട്ടും ഇപ്പോൾ രാഹുൽ ഗാന്ധി, കുടുംബവാഴ്ചയിലൊക്കെ നമ്മൾ എന്താ പറയാ, അതാണ് കോൺഗ്രസിന്റെ ഒരു രീതി എന്നൊക്കെ വിമർശിക്കുമ്പോഴും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെ കാണുന്നു? അല്ലെങ്കിൽ ഈ ഒരു നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ്, അതിൽ നിന്നൊക്കെ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത്? അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടോ? അല്ല, രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ തന്നെ പൈലറ്റ് ഉണ്ടായിരുന്നു. അയാൾ പിടിച്ചു കൊണ്ടുവന്നതാണ്. അന്ന് ഇന്ദിരാഗാന്ധി മരിച്ചുകൊണ്ട് മാത്രമാണ് പ്രധാനമന്ത്രിയായത്. അതും വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അയാൾ ജയിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം വന്നതിന് ശേഷമാണ് രാഷ്ട്രീയം തന്നെ പഠിച്ചത്. രാഹുൽ ഗാന്ധി അങ്ങനെയല്ല. രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ ബേസിക്കായിട്ട് അടിത്തറ അയാൾക്കുണ്ട്. അതിൻ്റെ ഗുണം അയാൾക്ക് കാണാം സംസാരത്തിൽ, അയാളുടെ വാക്കുകളിൽ ഒക്കെ. അത് സാധിക്കില്ലല്ലോ. അയാൾ കൊച്ചു അത്ര പാകത്തില്ല. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ കയറാനായിട്ട് ഭരണാധിപനാണ്. അയാൾക്ക് ഭരിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അയാൾ വളരെ പറയപ്പെട്ടത്. മോഡി എന്ന് പറഞ്ഞാൽ ഭരണാധിപനാണ്. തിളങ്ങാൻ കഴിയുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. അതുകൊണ്ടാണ്. മാഷിന്റെ വായനയുടെ സ്വഭാവം എങ്ങനെയാണ്? പണ്ട് തൊട്ടേ വായിക്കുമായിരുന്നോ? ഇപ്പോൾ വായിക്കുന്നുണ്ട്? എങ്ങനെയാണ് മൊത്തം വായനേൻ്റെ സ്വഭാവം? എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ പലചരക്ക് കച്ചവടമായിരുന്നു. പലചരക്ക് കച്ചവടം, ഗാന്ധി എന്ന് പറഞ്ഞാൽ തന്നെ പലചരക്ക് കച്ചവടക്കാരെന്നാണ് അതിൻ്റെ അർത്ഥം. ഗാന്ധി എന്ന് വെച്ചാൽ ഞാൻ ഒരു ഡിക്ഷനിൽ നോക്കിയപ്പോൾ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഈ പലചരക്ക് കച്ചവടക്കാരൻ. അങ്ങനെ വരുമ്പോൾ ഞാൻ ഗാന്ധി എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ പലചരക്ക് കച്ചവടക്കാരനായാണ്. അച്ഛൻ സഹോദരൻ അയ്യപ്പൻ്റെ ഒരു ഡിസൈപ്പിളായിരുന്നു. തേക്കിലാട് മൈതാനത്തിൽ സഹോദരൻ അയ്യപ്പൻ പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരൻ വന്ന് അങ്ങനെ
തടയാമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ അച്ഛൻ അയാളെ പറ്റി അത് വലിയൊരു കേസായി. അപ്പോൾ അന്ന് DC രാമൻകുട്ടി പിന്നീട് മരിച്ചിട്ട് അന്ന് വക്കീലായി. അയാളാണ് വാദിച്ച് കേസ് കോംപ്രമൈസ് ചെയ്തത്. അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അമ്മ ഈ ഫൈൻ ആർട്സ് കോളേജിൽ അധ്യാപികയായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ്. അതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അമ്മ ടീച്ചറായില്ല. ലക്ഷ്മി, മാധവൻ. അവർ ഞാൻ കേട്ടിരിക്കുന്നത് അവർ പ്രേമവിവാഹമായിരുന്നു. അതും സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ മാതിരി തന്നെ പത്താള വ്യക്തി ഭക്ഷണം കൊടുത്ത് കുറുക്കഞ്ചേരി അമ്പലത്തിൽ ആദ്യമായി നടന്ന കല്യാണമാണ് അച്ഛനും അമ്മയും തമ്മിലുള്ള കല്യാണം. അന്ന് രാമാനുസ്വാമി ചൂടിൻ്റെ അടുത്ത്. അങ്ങനെയാണെന്ന് പറയാം. എൻ്റെ പ്രേമവിവാഹം ഒന്നുമല്ല, എൻ്റെ പെങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഞാൻ അന്ന് കല്യാണത്തിൻ്റെ ആലോചന പോലുമില്ല, ഫുൾ ടൈം രാഷ്ട്രീയം. അപ്പോൾ വീട്ടിലല്ല, നമ്മുടെ ഒരു വിക്ടോറിയൽ എന്ന് പറഞ്ഞ ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു. അവിടെയാണ് താമസം കിടത്തും എല്ലതും. മീറ്റിങ്ങൊക്കെ അവിടെ നടത്തും. അങ്ങനെയുള്ളതായിരുന്നു. എനിക്കത് സമയം കിട്ടിയില്ല. എല്ലാവരുമായിട്ട് നല്ല ഇതായി. പ്രേമം അങ്ങനെ ഉണ്ടായില്ല. ഒരു മകനല്ലേ ഉള്ളത്? ഒരു മകനും മകളും. നമ്മൾ വായനയെ കുറിച്ചാ പറഞ്ഞേ. വായന എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. കാരണം എന്നെ ഒരു തടവുള്ളിയായിട്ടാണ് ഈ അച്ഛൻ്റെ പലചരക്ക് കടയിൽ പണപ്പെട്ടി സൂക്ഷിപ്പുകാരനെ കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് വായിക്കാൻ കിട്ടുന്നത് മാതൃഭൂമിയാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. അത് ഞാൻ ഭംഗിയായിട്ട് വായിക്കും. അങ്ങനെ വായനാശീലം തുടക്കത്തിലെ തന്നെ ഉണ്ടായി. പിന്നെ പുസ്തകങ്ങളിലേക്ക് കടന്നു. അങ്ങനെയാണ്. വായനയുണ്ട്. എങ്ങനത്തെ സംഗതികൾ വായിക്കാനാണ് ഇഷ്ടം? എനിക്ക് കഥകളും അതുകളല്ല. എനിക്ക് വർത്തമാനമായ കാലങ്ങളിലുള്ള സംഭവങ്ങളും ചരിത്ര കാര്യങ്ങളും അത് വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ചരിത്രത്തിൻ്റെ ഏത് എഴുതുന്നത് അവിടെ ഞാൻ വീണു പോകും. അത് കേൾക്കാനും പഠിക്കാനാണ് ഏറ്റവും താല്പര്യം. പുസ്തകത്തിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? പുസ്തകം എഴുതുന്നതിനെ കുറിച്ചൊക്കെ? രണ്ട് പുസ്തകം എഴുതി. ഒന്ന് കുറുക്കഞ്ചേരി ക്ഷേത്ര ചരിത്രം എന്ന് പറഞ്ഞിട്ട് വരണം. അന്ന് കുറുക്കഞ്ചേരിയിലെ SNDT യോഗത്തിലെ മുൻ സാരഥികൾ അവരെ കുറിച്ചിട്ട് അങ്ങനെ രണ്ട് പുസ്തകം അങ്ങനെ എഴുതി. പിന്നെ ഒരെണ്ണം എഴുതിയിട്ട് അത് വേണ്ടിയിട്ട് പുസ്തകമായിട്ടില്ല. അതായത് കുറുക്കഞ്ചേരിയിൽ ഉള്ള ഇന്ത്യയിലെ പ്രമുഖന്മാരുണ്ടായിരുന്നു. ഡോക്ടർ KN രാജു കുറുക്കഞ്ചേരിക്കാരനാണ്. നമ്മുടെ അയ്യാക്കുട്ടി എഴുതിയത് പൗത്തറിന് ഡോക്ടർ KN രാജു. ഈ വടക്കനച്ഛന് വീട് വയ്ക്കാനായിട്ട് അയാളുടെ 10 ഏക്കർ സ്ഥലമാണ് വിട്ടുകൊടുത്തത് ഡോക്ടർ KN രാജു. അന്നേരം KN രാജുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫുട്ബോൾ താരമുള്ളൊരു ആൻ്റണി അയാൾ വടൂക്കരക്കാരനാണ്. കുറുക്കഞ്ചേരിക്കാരെന്ന് പറയാം. അയാളുടെ അച്ഛൻ പൊമ്മുൻ്റെ പൈന്നവരെ അവർക്ക് അടക്കച്ചന്തയൊക്കെ ആയിരുന്നു. അയാളുടെ മകൻ ആണ് ഇന്ത്യയിലെ സെൻട്രൽ ഫോർവേഡായിരുന്നു ആൻ്റണി. അങ്ങനെ അയാളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ എവറസ്റ്റ് ബാലകൃഷ്ണൻ, എവറസ്റ്റ് കയറിയ ഒരു കുറുക്കഞ്ചേരിക്കാരൻ ഉണ്ട്. ആ ബാലകൃഷ്ണനെ കുറിച്ച് എഴുതിയ അങ്ങനെ കുറച്ച് പേരെ എഴുതിയ അങ്ങനെ കുറുക്കഞ്ചേരിക്കാരായ പ്രമുഖന്മാരെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം എഴുതി വെച്ച് അത് എവിടെ വെച്ചെന്ന് ഇപ്പോൾ ഓർമ്മയില്ല. അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തേനെ. ഫാദർ വടക്കൻ കുരിയച്ചറ പള്ളിയിൽ ദീർഘകാലം ഇരുന്ന ആളാണ്. എൻ്റെ മോളുടെ കല്യാണത്തിന് വന്നൊരു അച്ഛനായാണ് ഫാദർ വടക്കൻ. വടക്കനച്ഛൻ തേക്കുംകേട് മൈതാനം തിരുവേലി നടത്തിയിട്ടുണ്ട്. വടക്കനച്ഛൻ അത് കുണ്ടുകുളം തിരുമേനിയായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലാണ്. അച്ഛന് പല കാര്യങ്ങളും ഈ പല പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത് വലിയ കഴിവാണ്.
സംഘാടനത്തിൽ വല്ലതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ആദ്യമായിട്ട് ഇറങ്ങുന്നത് അങ്ങനെ ബ്രദർ അന്ന് ബ്രദർ എന്നാണ് പറയാം, വടക്കനച്ച ബ്രദർ വടക്കൻ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി എന്ന ആശയമായിട്ടാണ് ഇവർ വരുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി AKG ആയിട്ടുള്ള സമരത്തിനാണ് പിന്നെ അദ്ദേഹം കാട്ടാക്കാമ്പലിൽ പോകുന്നത്. നമ്മുടെ ഇവിടെ അല്ലേ പക്ഷേ സഖാവ് KR തോമസ് എൻ്റെ വീടിൻ്റെ മുമ്പിലാണ് വെട്ടേറ്റ് മരിച്ചത്. ഓർമ്മയുണ്ടോ മാഷ്? ആ കഥ എന്ന് പറയോ? പിന്നെ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് പെട്ടെന്ന് നിലവിളി കേട്ടു. അപ്പം പിന്നാലെ ഇങ്ങനെ ഓടി വരുന്ന ശബ്ദം കേട്ടു. അപ്പം ഞാൻ കണ്ണ് മയക്കം ആയി, കണ്ണിങ്ങനെ പിടിച്ചു. അപ്പാണ് അയാൾ എൻ്റെ പേരാ വിളിക്കുന്നത്, മാഷേ എന്ന് വിളിക്കുന്നത്, തോമസ്. പക്ഷെ എൻ്റെ അനിയൊരു SI ഉണ്ട്, അയാൾ അന്ന് അവിടെ ഒരു 10 മണിയായിട്ടുള്ളൂ, ഭാരത് ബസ് എന്ന് പറഞ്ഞൊരു ബസ് വരുന്ന സമയമാണ്, അല്ല രാത്രി. അപ്പോൾ ഈ ഇയാൾ അവിടെ ഉണ്ടായിരുന്നു, അനിയൻ SI. അയാൾ ഓടി വന്നിട്ട് എൻ്റെ ചേട്ടപ്പം പോകും അങ്ങോട്ട് നിന്ന് വന്നിട്ട് അയാൾ പുറത്ത് വന്ന് വാലിൻ്റെ വാമ്പിലിട്ട് കൂട്ടി. അപ്പം എനിക്ക് പിന്നെ പുറത്ത് കഴിഞ്ഞാൽ ഞാൻ ഓടി വരും. അപ്പോൾ KK ബാലകൃഷ്ണൻ പിറ്റേ ദിവസം എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കങ്ങോട്ട് എന്നിട്ട് മാഷ പിന്നെ എപ്പോഴാണ് തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങണേ? എനിക്ക് പിന്നെ സാധിച്ചില്ലല്ലോ, അത് പൂട്ടിയിരിക്കല്ലേ. പിന്നെ വാതിക്ക് കുറേ ഇടിച്ച് എന്നല്ലാണ്ട് എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ആ ശബ്ദങ്ങളൊക്കെ കേൾക്കായിരുന്നു. ഡോക്ടർ വിജയരാഘവനാണ് ആദ്യമായിട്ട് അവിടെ ഓടി വരുന്നത്. അത് ഇവിടെ ആ അമ്പിയ ക്യാപ്പിൽ ഒരു ശ്രീധരൻ, അവരൊന്നും അടുക്കണില്ല, കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഈ വെട്ടേറ്റ് കിടക്കുന്ന ആളുടെ അടുത്തേക്ക് വരുന്ന 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ കിടന്നു. ഡോക്ടർ വിജയരാഘവനെയും കൂട്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ വിജയരാഘവൻ മരിച്ചിട്ടുണ്ടാവണം. അതായത് അയാൾ അങ്ങനെ സ്റ്റേ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് മരിക്കില്ല. സ്റ്റേയിൽ തട്ടി വീണു. അയാളുടെ കൂടെ ഡോഗിദാസ് ഉണ്ടായിരുന്നു, അയാൾ ഓടി രക്ഷപ്പെട്ടു. രണ്ടുപേരും വന്നു. ഡോഗിദാസിന് അവിടെ വന്ന് അവിടെ ഉള്ളവരോട് പറഞ്ഞു വന്നു. അയാൾ അവിടെ ഇത് തോമസിനെ വെട്ടണമെന്ന് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്. അല്ലെങ്കിൽ ആൾക്കാർ ഇവിടെ ഓടി വന്നേനെ. ആൾക്കാർക്ക് വെറ്റും പറഞ്ഞ ഷോക്കായി. എല്ലാവരും ആ റോഡിലിങ്ങനെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെന്നല്ലാതെ ഒരാൾ പോലും എൻ്റെ അടുത്തില്ല. വെട്ട് എന്ന് പറഞ്ഞപ്പോൾ മാറി. ആകം ഡോക്ടർ വിജയരാഘവനായിട്ടാണ് പിന്നെ വരുന്നത്. തോമസിൻ്റെ മരണം ഒരു എനിക്ക് വളരെ ആഘാതം ഉണ്ടാക്കിയ ഒരു മരണമാണ്. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തൊട്ടടുത്ത്. അതിലേറെ തമാശ, അയാൾ അതിന് കുറച്ച് ദിവസം മുമ്പ് സ്കൂളിൽ SFIയുടെ ലീഡറാണ് അയാൾ. എന്തോ കാര്യത്തിന് വന്നപ്പോൾ അപ്പോൾ സ്കൂളിൽ ശമ്പളം എണ്ണയുടെ സമയമായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് SFIയുടെ ഇതിൻ്റെ കാര്യത്തിന് പിള്ളേരെ കൂട്ടിയിട്ട് വന്നു. അപ്പോൾ ഞാൻ തോമസിനോട് മാറി നിൽക്കാൻ പറഞ്ഞു, പണം എണ്ണ വരുന്നത്. അപ്പോൾ എന്നോട് എതിർത്ത് സംസാരിച്ചു. എന്നിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ അവൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് ക്ഷമിക്കണം, ഞാൻ ആ പിള്ളേരുടെ ലീഡറാണ്, ഞാൻ അവിടെ മോശക്കാരനാകല്ലോ എന്നാണ് മാഷ തട്ടി കയറിയത്, മാഷ ക്ഷമിക്കണം എന്ന് പറയാൻ തോമസ് എഴുതിയിട്ടുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സംഭവമാണ് അഴീക്കോടൻ രാഘവന്റെ മരണം. അത് ഓർമ്മയുണ്ടോ? ഓർമ്മയിലുണ്ട്. പക്ഷേ അത്ര അഴീക്കോടൻ രാഘവൻ വരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന സമയം. അന്ന് അഴീക്കോടൻ രാഘവൻ താമസിച്ച് പ്രീമിയർ ലോഡ്ജിൽ അങ്ങോട്ടായിരുന്നുണ്ട്. അവിടേക്ക് വരുന്ന സെറ്റിങ്ങാടി അവിടെ നന്ദകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരുത്തുണ്ടായിരുന്നു. അവനാണ് അന്ന് അറസ്റ്റ് ചെയ്തതൊക്കെ. അങ്ങനെ അതൊരു ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നുണ്ട്, എനിക്കറിയാം. നന്ദകുമാരിനെയാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. ഇപ്പോഴും ഈ കസ്തൂർബ അതിന്റെ അഡ്വൈസറി ബോർഡിലുണ്ട്. എന്തൊക്കെയാ പ്രവർത്തനങ്ങൾ? അതായത് ഈ അമ്മമാരുടെ
30 അമ്മമാരുണ്ട്, ആ. വയസ്സായി 60 വയസ്സ് കഴിഞ്ഞത്. ഉം. അവരൊക്കെ പരിപാലിക്കുക, ഉം. പിന്നെ അവർക്കുള്ള ഭക്ഷണത്തിനുള്ള കാശുണ്ടാക്കുക, ഉം. അങ്ങനെയുള്ള കാര്യം.